പുതുതായിട്ട് കൈക്കാരന്മാരായിട്ട് തിരഞ്ഞെടുത്തു. അന്നു മുതലാണ് ഈ ഇടവകയിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അവർക്ക് വികാരിയച്ഛനെ മാനിക്കാൻ അവർ തയ്യാറല്ല. നീണ്ടൊരു ഇടവകയിലെ പൈസ മുഴുവൻ അരമനെ കൊണ്ടുപോകുക എന്നാണ് ഇവരുടെ പരാതി. ആ പരാതിക്ക് ഞങ്ങൾ പരിഹാരങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പം അവർക്ക് വേറൊരു പരിഹാരവും ഇല്ല. അച്ഛൻ ഇവിടുത്തെ പൈസയൊന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല. നീണ്ടുപള്ളിയിലെ വികാരിയച്ഛൻ ഒന്നും പാടില്ല. എല്ലാം കൈക്കാരന്മാരെന്ന നിലയ്ക്ക് ഞങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ആദ്യം ഇരുന്ന വികാരിയച്ഛൻ കരഞ്ഞാണ് ഈ ഇടവകയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. രണ്ടാമത് വന്ന അച്ഛൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു പൊതുയോഗം കൂടിയപ്പോൾ ആ പൊതുയോഗത്തിൽ തന്നെ പ്രഖ്യാപിച്ചു ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ വരുന്നത് നമ്മളെ ഒതുക്കാനാണ്. അന്ന് മുതൽ അച്ഛനെ പൂർണ്ണമായിട്ടും ഇവർ വിയോജിക്കുകയാണ്. അച്ഛൻ്റെ ഒരു പ്രവർത്തനങ്ങളോടും സഹകരിക്കാതെ മാറി നിൽക്കുകയും അച്ഛനെ നിങ്ങൾക്കറിയോ അച്ഛൻ തേജോപതം ചെയ്യുകയാണ്. എന്ത് ചീത്ത വിളിച്ചാലും എന്തുമാത്രം പ്രശ്നങ്ങൾ ഇവർ പറഞ്ഞാലും ഒരു വാക്ക് മറുത്ത് പറയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വികാരിയച്ഛൻ്റെ ഏറ്റവും വലിയ ഗുണം. അത് ഈ പ്രായത്തിനോടിടയ്ക്ക് അങ്ങേര് ആർജിച്ചെടുത്ത സഹനത്തിൻ്റെ പ്രതിരൂപമായിട്ടാണ് ഞങ്ങളങ്ങനെ കാണുന്നത്. ഇങ്ങനിപ്പോൾ അമേരിക്കയ്ക്ക് പോയി ഒരു മാസത്തേക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചു ഇവിടെ സമാധാനമുണ്ടാകുമെന്ന്. ഒരു വിധത്തിലും സമാധാനത്തിന് ഇവർ സമ്മതിക്കില്ല. അച്ഛൻ പോയി കഴിഞ്ഞാണ് ഇവർ ഈ പ്രശ്നങ്ങൾ ഇവിടെ പ്ലാക്കാർഡ് പിടിക്കുകയും ഒക്കെ ചെയ്തത്. അച്ഛനോട് അവർക്ക് തീർത്താൻ തീരാത്ത പകയാണ് ഇവരുടെ മനസ്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇവർക്കൊറ്റ ലക്ഷ്യമുള്ളൂ, എങ്ങനെയും അച്ഛനെ ഇവിടെ നിന്നും മാറ്റണം. അതേതായാലും ഞങ്ങൾ സമ്മതിക്കില്ല. പിന്നെ അച്ഛൻ മനസ്സായിട്ട് പിതാവ് അച്ഛനെ മാറ്റുകയാണെങ്കിൽ മാത്രം അച്ഛൻ ഇവിടുന്ന് പോകത്തുള്ളൂ. അതുകൊണ്ട് അച്ഛനെ മാറ്റുക എന്നുള്ള ഇവരുടെ അജണ്ട നടക്കില്ല. ഇവരിതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ 2 വാർഡിൻ്റെ കാര്യം പറഞ്ഞു. 2 വാർഡെന്ന് പറയുന്നത് 25 വർഷമായി ഇവിടെ കൂടാരയോഗം തുടങ്ങിയിട്ട്. ഈ 25 വർഷത്തിനോടിടയ്ക്ക് എല്ലാ വർഷവും ഇവിടെ ഇവർ പറയുന്നത് പോലെ ഈ പാരിഷ് കൗൺസിലാണ് ഏതൊക്കെയാണ് വനിതയാകേണ്ടത്, ഏതൊക്കെയാണ് പുരുഷനാകേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. ആർക്കും ഒരു പരാതിയില്ല. ഈ 24-ൽ, അതായത് ഈ തൊട്ടടുത്ത വർഷം ഇവിടെ വനിതാ വാർഡായിട്ടും പാരിഷ് കൗൺസിൽ പുതിയത് രൂപീകരിക്കണം, അതിന് കൂടാരയോഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നൊക്കെ പറഞ്ഞ് പിതാവിൻ്റെ സർക്കുലർ വന്നു. അതനുസരിച്ച് ഇവിടുത്തെ ഇടവക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ട് ഒരു പരിപാടിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇതുകൂടി പാരിഷ് കൗൺസിൽ കൂടി. ആ പാരിഷ് കൗൺസിലിൽ വെച്ച് 4 വാർഡുകളെ പുരുഷന്മാരുടെ വാർഡുകളായിരുന്നത് ആ എണ്ണത്തെ വനിതാ വാർഡുകളായി. ആ 4 വാർഡുകളെ ഈ പറയപ്പെടുന്ന ആളുകൾ, അവരുടെ വാർഡ് പ്രസിഡൻ്റുണ്ട്, ഈ പറയപ്പെടുന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്നവരുടെ ഒക്കെ ആളുകൾ അതിനകത്ത് കൈക്കാരനുണ്ട്. ഇവരൊക്കെ അവിടെയുള്ളപ്പോൾ അവർക്കാർക്കും ഒരു മറുപടിയും അതിനില്ല, അല്ലെങ്കിൽ അവർക്കാർക്കും ഒരു എതിർപ്പുമില്ല. അത് കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവരും കൈയടിച്ച് പാസ്സാക്കി പോന്ന അതിൽ 15 വാർഡുകളിൽ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ തിരഞ്ഞെടുപ്പ് നടന്നു. 16-ാമത്തെ വാർഡിൽ വന്നപ്പോൾ 2 എന്ന് പറയുന്ന 16-ാമത്തെ വാർഡിൽ വന്നപ്പോൾ അവിടെയാണ് ഇവർക്ക് പ്രശ്നം. കാരണം കൈക്കാരൻ സ്ഥാനത്ത് നിന്ന് ഒഴിവാകുന്ന വ്യക്തിയെ ഇവിടെ പ്രസിഡൻ്റാക്കിക്കൊണ്ട്, അവർക്ക് കൂടാരയോഗത്തിൻ്റെ പ്രസിഡൻ്റാക്കിക്കൊണ്ട് ഇവിടുത്തെ പാരിഷ് കൗൺസിൽ ഉൾക്കൊള്ളിക്കണം. പാരിഷ് കൗൺസിലിൽ നിന്നും അങ്ങനെ തിരഞ്ഞെടുത്ത് നേരെ ഫൊറനായി വിടണം. ഫൊറനായിൽ നിന്നും തിരഞ്ഞെടുത്ത് അതിരൂപതയിൽ ചെല്ലണം. അതിരൂപതയിലെ പാസ്റ്ററൽ കൗൺസിലിൽ വിഷയങ്ങളുണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ നേതാവാക്കണം. അത് പറ്റില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഇവർ കൃത്യമായിട്ട് ചെയ്തിരിക്കുന്ന പണി എന്ന് പറയുന്നത് 2 വാർഡിൻ്റെ മാത്രം കാര്യമാണ് ഇവർ പറയുന്നത്. ഇന്ന് വരെ പൊക്കിപ്പിടിക്കാത്ത ഒന്നാണ് ഇവിടുത്തെ നിയമസംഗ്രഹം. കോട്ടയം അതിരൂപതയിൽ നിയമസംഗ്രഹമുണ്ട്. ഈ നിയമസംഗ്രഹം ഉണ്ടായിട്ട് ഇന്ന് വരെ ഈ നിയമസംഗ്രഹത്തിൻ്റെ
ചുവട് പിടിച്ച് ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ 2 വാർഡിലെ പ്രശ്നം വന്നപ്പോഴാണ് ഇവർ നിയമസംഗ്രഹം കൊണ്ടുവരുന്നതും അതനുസരിച്ച് കാര്യങ്ങളും. അവർ പറയുന്നുണ്ട്, ഒരു കാര്യം പറയുന്നുണ്ട്, ഇവിടുത്തെ നിയമസംഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുയോഗത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, പാരിഷ് കൗൺസിൽ എടുത്ത ഒരു തീരുമാനത്തെ എതിർക്കാനോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനോ പൊതുയോഗത്തിന് അവകാശമുണ്ട്. ആ അവകാശത്തെ മാനിച്ചുകൊണ്ട് പറയട്ടെ, ഈ പൊതുയോഗത്തിൽ എടുത്ത തീരുമാനം പാരിഷ് കൗൺസിൽ ഏതെങ്കിലും ഒരു തീരുമാനത്തെ വേണ്ടാന്ന് വെക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം അതിനോടെ വേണ്ടാന്ന് വെക്കണം. 16 വാർഡുകൾക്ക് ബാധകമായൊരു തീരുമാനമെടുത്തിട്ട് 15 വാർഡുകളിൽ കുഴപ്പമില്ല, 2 വാർഡിന് മാത്രം പൊതുയോഗം തീരുമാനിക്കണമെന്നാണ് ഇവരുടെ ആർഗ്യുമെൻറ്റ്. അത് ശരിയല്ല എന്ന് ഞങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഇവിടെ ഒരു LP സ്കൂളുണ്ട്. ആ LP സ്കൂളിനോടനുബന്ധിച്ച് ഇവിടുത്തെ മഠത്തിലാണ് അവർ നേഴ്സറി സ്കൂൾ നടത്തിക്കൊണ്ടിരുന്നത്, LKG UKG നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ വർഷം മുതൽ അവർ നടത്തുന്നില്ല, അവർക്ക് നടത്താൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് അച്ഛൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ LP സ്കൂളിനോട് ചേർന്ന് ഈ LP മാത്രമേ ഉള്ളൂ, 1 മുതൽ 4 വരെ ക്ലാസ്സുകളേ ഉള്ളൂ, അതിനോട് ചേർന്ന് ഈ UKG LKGയും കൂടി നമുക്ക് നടത്താനുള്ള ശ്രമം നടത്താം. ഓക്കെ, അതിനുള്ള പരിശ്രമങ്ങൾ നടത്തി പാരിഷ് കൗൺസിലിൽ അവതരിപ്പിച്ചു, അവർ സമ്മതിച്ചു, പൊതുയോഗത്തിൽ അവതരിപ്പിച്ചു, അവർ സമ്മതിപ്പിച്ചു. പിന്നെ അതിൻ്റെയൊക്കെ മിനിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളൊന്നും മിനിറ്റ്സ് നോക്കാറില്ല, ഞങ്ങൾക്കൊന്നും മിനിറ്റ്സ് അറിയത്തുമില്ല. അവർ സമ്മതിച്ച സാധനം അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു പോന്നു. വീണ്ടും ആ സ്കൂളിൻ്റെ അധികാരികൾ പറഞ്ഞു അവിടെ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ, കാരണം LKG UKG തുടങ്ങിയപ്പോൾ അവിടെ ഉച്ചഭക്ഷണം കൊടുക്കാനായിട്ട് അവർക്കവിടെ സൗകര്യമില്ല. അതുകൊണ്ട് ഒരു ചെറിയ ഷെഡ് കെട്ടിത്തരണം. ആ പള്ളിക്കൂടത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഷെഡ് കെട്ടി. പണികൾ ആരംഭിച്ചത് ഇവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിപ്പോയ കൈക്കാരന്മാരാണ് അടുത്ത പണികൾ തുടങ്ങി വെച്ചത്. ഇപ്രാവശ്യത്തെ കൈക്കാരന്മാരോട് തുടരാൻ പറഞ്ഞു. 3/4 പണിയായി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ആ പ്രശ്നം അവിടെ ഇട്ട് തല്ലി. അവർക്കത് നടത്താൻ താല്പര്യമില്ല. അവർ പറയുന്നത് കണക്കുകളൊന്നും സുതാര്യമല്ല. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം, അല്ലെങ്കിൽ വികാരിയച്ഛനുമായിട്ട് സംസാരിച്ചാൽ അറിയാം, ഈ കണക്കുകൾ മുഴുവൻ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ കൈക്കാരന്മാരാണ്. അല്ലാതെ അച്ഛൻ ഒരു പൈസ പോലും കൈകാര്യം ചെയ്തിട്ടില്ല. ഒരു 20,000 രൂപ അച്ഛൻ്റെ കയ്യിൽ ആരോ സംഭാവനയായി ഇതിന് വേണ്ടിയിട്ട് കൊടുത്തു. ആ പൈസ അച്ഛൻ കൈക്കാരന്മാരോട് പറഞ്ഞു, കൈ പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിനെയും അവരംഗീകരിക്കാൻ തയ്യാറല്ല. അവരുടനെ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഈ പൈസ കൈക്കാരന്മാരുടെ കൈ കിട്ടാത്തത് കൊണ്ട് അച്ഛൻ ഇത് കക്കുവാണെന്നാണ് ഇവരുടെ ഭാഷ്യം. അതുപോലെ ഇവിടെ ഇത്തവണ പെരുന്നാൾ നടക്കുന്നുണ്ട്. പെരുന്നാൾ നടക്കാൻ വേണ്ടിയിട്ട് പഴയതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പൊതുയോഗത്തിലൊക്കെ തീരുമാനമെടുത്തു. ആ പൊതുയോഗത്തിൽ ഞങ്ങൾ പലരും പങ്കെടുത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പൊതുയോഗത്തിൽ ഞങ്ങൾ പങ്കെടുത്തില്ല. ഇവർ തീരുമാനങ്ങളെടുത്തു ഒക്കെ നടത്തിക്കോട്ടെ. അച്ഛനും പോകുന്നതിന് മുമ്പ് ഇത്രയും പറഞ്ഞു, ഇവിടെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാം ഇത് കൊടുക്കണം, അഡ്വാൻസ് കൊടുക്കണം. അപ്പം പ്രസിദ്ധിമാരോട് കുറച്ച് പൈസ പള്ളിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ഇട്ടു തരണമെന്ന് പറഞ്ഞു. ഇവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവർ പറഞ്ഞു വരുത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് പ്രസിദ്ധേന്തിമാരോട് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ സ്വന്തം അക്കൗണ്ടിലേക്ക് പൈസ മേടിക്കാനാണ് ശ്രമിക്കുന്നത്. പറഞ്ഞാൽ ഒത്തിരിയുണ്ട് സുഹൃത്തെ, അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി എന്തെങ്കിലും പ്രത്യേകം അറിയണമെങ്കിൽ ചോദിച്ചാൽ എൻ്റെ അറിവിൽപ്പെട്ടത് ഞാൻ പറയാം. ഒന്ന് മാത്രം, ഞങ്ങൾക്കിവിടെ ശാന്തിയോടും സമാധാനത്തോടു കൂടി ഈ പള്ളിയിൽ വിശുദ്ധ കുർബാനയും കൂദാശകളും നടക്കണമെന്നുള്ള ഒറ്റ ആഗ്രഹമേ ഞങ്ങൾക്കുള്ളൂ. അല്ലാതെ ഞങ്ങൾക്കിവിടെ ഈ പറയപ്പെടുന്ന വിമതരായിട്ട് നിൽക്കുന്ന നിങ്ങളുണ്ടല്ലോ ഹോണടിച്ച് പോയ പാർട്ടി, ആ പുള്ളിയാണ് ഇതിൻ്റെ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആരെയും മാറ്റി നിർത്തണമെന്നോ ഞങ്ങൾക്ക് ആരെയും വിഘടിപ്പിച്ച് നിർത്തണമെന്നോ ഒന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെല്ലാം ഒന്നിച്ച് ചേർത്ത് ഒന്നായിട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.